നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ശ്വാസകോശ രോഗങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ഇൻഹേലറുകൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ കെ സുധീർ കുമാർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഇൻഹേലറുകൾ പലതരത്തിലുണ്ട്. ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ്. എന്താണ് ഇൻഹേലറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പേർപ്പസ് എന്ന് വിശദീകരിക്കാം? ഇൻഹേലറുകൾ എന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ എയറോസോൾ തെറാപ്പിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇൻഹേലർ തെറാപ്പി പലതരത്തിലുണ്ട്. മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന നമ്മൾ സാധാരണ ഇൻഹേലർ എന്ന് പറയുന്ന ഉപകരണം, ഡ്രൈ പൗഡർ ഇൻഹേലർ, ഗുളികയിലുള്ള പൊടി പൊട്ടിച്ച് വലിക്കുന്നതാണ് ഡ്രൈ പൗഡർ ഇൻഹേലർ. പിന്നെ മിസ്റ്റ് ഹേലർ, മറ്റൊന്ന് നെബുലൈസറുകളാണ്. ഒരു മരുന്ന് ഒഴിച്ചിട്ട് അത് വായുവിൻ്റെ സഹായത്തോടെ ഒരു എയറോസോളാക്കി മാറ്റി ശ്വസിക്കുന്ന രീതിയാണ് നെബുലൈസർ തെറാപ്പി. ഇത് നാലുമാണ് നമ്മൾ പൊതുവെ എയറോസോൾ തെറാപ്പി എന്ന് പറയുന്നത്. മരുന്നുകൾ കഴിക്കുന്നതും ഇൻഹേലർ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഹേലർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മരുന്ന് എവിടെ ആവശ്യമുണ്ടോ അവിടെ നേരിട്ട് എത്തിക്കുക എന്നതാണ്. ഈ എയറോസോൾ തെറാപ്പിയുടെ പ്രധാനപ്പെട്ട ഗുണം അതാണ്. അങ്ങനെ എത്തിക്കുമ്പോൾ മൊത്തത്തിൽ ശരീരത്തിലേക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ ഡോസ് വളരെ അധികം കുറയ്ക്കാൻ പറ്റും. ഉദാഹരണത്തിന് കണ്ണിലൊഴിക്കുന്ന മരുന്നുകൾ, തൊലിപ്പുറമെ തേക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ ടോപ്പിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇതിന് സമാനമായിട്ട് ശ്വാസകോശത്തിൽ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ഈ എയറോസോൾ തെറാപ്പി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രെഡ്നിസോളോൺ ടാബ്ലറ്റ് 10 മില്ലിഗ്രാം എന്ന് പറയുന്നത് 10,000 മൈക്രോഗ്രാമാണ്. 10,000 മൈക്രോഗ്രാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിറോയിഡ്, ഇൻഹേൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്, പൊതുവെ 200 മൈക്രോഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. 200 400. അങ്ങനെയാണെങ്കിൽ കൂടി അത് എത്ര കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തെ ഒക്കെ ഭേദിച്ച്, ഈ നമ്മുടെ ശ്വാസനാളത്തിൻ്റെ പ്രതിരോധങ്ങളെ ഭേദിച്ച് ലങ്സിൽ യഥാർത്ഥത്തിൽ എത്തുന്ന ഡോസ് ഒരുപക്ഷെ അതിൻ്റെ 10% അല്ലെങ്കിൽ 20% ആവാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം കുറഞ്ഞ മരുന്നാണ് നമ്മൾ ഈ ഇൻഹേലർ അല്ലെങ്കിൽ എയറോസോൾ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണവശം അത് തന്നെയാണ്. പിന്നൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അഡ്വേഴ്സ് റിയാക്ഷൻസ്. നമ്മൾ പൊതുവെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ അഭാവമോ അല്ലെങ്കിൽ വളരെ കുറച്ച് സൈഡ് എഫക്ട്സ് ഇൻഹേലർ തെറാപ്പിയിൽ ഉണ്ടാവുള്ളൂ. നമ്പർ 1 ഒന്ന് ഡോസ് കുറവാണ്, എഫിക്കസി കൂടുതലാണ്, അഡ്വേഴ്സ് റിയാക്ഷൻസ് കുറവാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഓക്കെ, ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഫ്രാൻസിസ് ആണ്, ചോദിച്ചോളൂ. പറയൂ ഫ്രാൻസിസ്. അതെ, ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 10 വർഷത്തോളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അതായത് സെറോഫ്ലോ 100 ആണ് ഉപയോഗിക്കുന്നത്. സെറോഫ്ലോ 100. അപ്പൊ എനിക്ക് ആദ്യം ശ്വാസം മുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് തന്നത്. ഡോക്ടർ ജോയ് ജേക്കബ് എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു തീരുമാനമാണ് താങ്കൾ ഉപയോഗിക്കുന്നത്. ഡോക്ടർ ചെയ്തതും നല്ല തീരുമാനമാണ്. അപ്പോ വേറെ വല്ല കുഴപ്പം കൊണ്ടുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇൻഹേലറുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ വളരെ മൈനറും ചികിത്സിച്ച് അല്ലെങ്കിൽ മാറ്റാവുന്നതുമായിരിക്കും. 10 കൊല്ലോ 15 കൊല്ലോ 20 കൊല്ലോ ഉപയോഗിച്ചാലും തെറ്റില്ല. വേറൊരു പ്രശ്നം എനിക്ക് തോന്നണത് ഈ ശിരസിലിങ്ങനെ കഫക്കെട്ട് കൂടവല്ല. അത് ശരിക്കും ഇങ്ങനെ കഫത്തിന് ഇങ്ങനെ വായിക്കും മണം പോലെ തന്നെ കഫ സ്റ്റക്ക് ചെയ്ത് അത് ശരിക്കും പോണില്ല. അതിന്റെ കാരണം പറയുകയാണെങ്കിൽ ഒരു പക്ഷേ താങ്കൾക്ക് അലർജിയുടെ അസുഖമാണുള്ളത്. അലർജി കൊണ്ടാണല്ലോ ഈ ആസ്മ ഉണ്ടായിരിക്കുന്നത്. അലർജിയുടെ മറ്റൊരു ഭാഗമാണ് ഈ കഫക്കെട്ട് ഉണ്ടാവുന്നത്. അതിന് പ്രത്യേകിച്ച് ചികിത്സ, അലർജി തടയുന്ന മരുന്നുകൾ, അലർജി ചികിത്സിക്കുന്ന മരുന്നുകൾ എന്നിവ ഉപയോഗിക്കേണ്ടി വരും. ഒരു പക്ഷേ ഒരു സ്റ്റിറോയിഡ് നേസൽ സ്പ്രേയോ അല്ലെങ്കിൽ ഒരു ആൻറ്റിഹിസ്റ്റമിൻ ടാബ്ലറ്റോ താങ്കൾക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇൻഹേലറുകൾ സുരക്ഷിതമാണെന്ന് താങ്കളുടെ അനുഭവം തന്നെ തെളിയിക്കുന്നുണ്ടല്ലോ. വിളിച്ചിട്ട് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ രാമകൃഷ്ണൻ, കോയമ്പത്തൂരിൽ നിന്നാണ്. ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ വന്നിട്ട് ഒരു 15 വർഷമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അസ്റ്റാലിൻ റോട്ടോക്യാപ്പും ബൂഡിക്കോഡ് 400 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അത് ദീർഘകാലം ഉപയോഗിക്കുന്നതുകൊണ്ട്? താങ്കളുടെ ചോദ്യത്തിൽ എനിക്ക് മനസ്സിലാക്കാം താങ്കൾ ഡോക്ടറെ കണ്ടിട്ട് ഒരുപാട് കാലമായി കാണും അല്ലേ? സ്വന്തം ഉപയോഗിക്കുന്നല്ലേ?
അല്ല, എനിക്ക് പ്രോബ്ലം വന്നിട്ടില്ല അതോട് കൂടിയിട്ട്. ഡോക്ടറെ കണ്ടിട്ടാണ്, ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. 15 കൊല്ലം മുന്നേ ആണോ? ഒരു 15 years മുമ്പ്. അത് ഡോക്ടറെ കണ്ടിന്യൂഡ് ആയി യൂസ് ചെയ്യാൻ പറഞ്ഞു എന്റെ അടുത്ത്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇടയിൽ ഞാനൊരു പ്രാവശ്യം ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ അങ്ങോരും പറഞ്ഞത് യൂസ് ചെയ്യാൻ പറഞ്ഞു ഇതേ മാറ്റം. എന്ത് മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ അസ്താലിൻ എന്നുള്ള മരുന്ന് നമ്മൾ ഒരു പൊതുവെ ഒരു അക്യൂട്ട് സിറ്റുവേഷൻ ഉപയോഗിക്കുകയാണ്. അതായത് പെട്ടെന്ന് ശ്വാസമുട്ടുണ്ടാവുക കാഷ്വാലിറ്റിയിൽ, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ശ്വാസമുട്ടുള്ളവർക്ക് വല്ലപ്പോഴും ഉപയോഗിക്കുന്ന മരുന്നാണ്. അതൊരിക്കലും സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ബ്യൂഡിക്കോട്ട് കൊള്ളാവുന്ന മരുന്നാണ്, കൊള്ളാം. പക്ഷേ ബ്രോങ്കോ ഡയലേറ്റർ, അതായത് നമ്മൾ റിലീവർ തെറാപ്പി എന്ന് പറയും, അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ലോങ് ആക്ടിങ് ബ്രോങ്കോ ഡയലേറ്റർ, ലാബ എന്ന് പറയും, അത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗിക്കുകയാണ് നല്ലത്. ഇത് ലോങ് ആക്ടിങ് ബ്രോങ്കോ ഡയലേറ്ററും ഈ ബ്യൂഡിക്കോട്ട് പോലത്തുള്ള സ്റ്റീറോയിഡ്സും ഒന്നിച്ച് കിട്ടുന്ന മരുന്നുകളുണ്ട്. താങ്കൾ അതിലേക്ക് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അതിലേക്ക് മാറുന്നതായിരിക്കും ഉചിതം. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മാഡം, എന്റെ പേര് ജിബിൻ എന്നാണ്, ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടർ ഞാൻ ഹലോ ഹലോ പറയൂ. ഡോക്ടർ, ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ. അത് റോട്ടക്യാപ്സ് 100ന്റെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ 4 വർഷത്തിന് മേളിലായി. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് തണുപ്പുള്ള സമയത്ത് രാത്രിയിലാണ് ഒത്തിരി ബുദ്ധിമുട്ട്. ഇപ്പൊ പകൽ സമയത്ത് കുഴപ്പമില്ല, അല്ലാത്ത പകൽ സമയത്ത് ഡസ്റ്റ് അടിക്കുമ്പോൾ ഈ പ്രോബ്ലം ഒന്നുമില്ല. രാത്രി സമയത്താണ് ഈ ബുദ്ധിമുട്ട്. യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായും സൈഡ് എഫക്ട്സ് കാര്യമായിട്ടൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ മരുന്നിൻ്റെ ഉപയോഗം കുറച്ചുകൂടി ഒന്ന് വർദ്ധിപ്പിച്ചാൽ കൊള്ളാം. കാരണം അസുഖം പൂർണ്ണമായും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ആവശ്യം. നമുക്ക് തണുപ്പ് കാലത്ത് അസുഖം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖം അത്രത്തോളം നിയന്ത്രണ വിധേയമല്ല. അതുകൊണ്ട് അസുഖം മാറി നിൽക്കുന്ന സമയത്ത് ഒപ്റ്റിമം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് അസുഖം കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്തെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം കുറയ്ക്കാം. മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ല. നിങ്ങളുടെ മരുന്നിൻ്റെ പേരൊന്ന് പറയോ? വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ മാഡം, ഞാൻ കോഴിക്കോട് നിന്ന് ഷീബയാണ്. ഡോക്ടറെ ചോദിച്ചോളൂ. ഷീബ ചോദിക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷീബ. കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ. എന്റെ മോൾക്ക് ഇപ്പൊ 10 വയസ്സുണ്ട്. 2015 മുതൽ ഇൻഹേലർ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ആദ്യം എയറോകോട്ട് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. പിന്നെ ബ്യൂറോകോട്ടിലേക്ക് മാറി. അതിനുശേഷം പിന്നെ കുറച്ച് നാളത്തേക്ക് നല്ല കുറവുണ്ടായിരുന്നു. പിന്നെയും നല്ലതുപോലെ കൂടിയപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഫോറോകോട്ടാണ് എഴുതിയത്. ഫോറോകോട്ട് കൊള്ളാം, നല്ല മരുന്നാണ്. ഫോറോകോട്ട്. പിന്നെ ഇപ്പൊ ഫോറോകോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോറോകോട്ട് ആയിരുന്നു ആദ്യം. ഇപ്പം കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ 100ലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ചില ദിവസങ്ങളിൽ നല്ലൊരു ഉപയോഗിക്കാറുണ്ട്. ഒരു 2 മിനിറ്റ് മാറി ഇടവിട്ട് അടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ലിവോലിനും തന്നിട്ടുണ്ട്. ഓക്കെ. അസുഖം നിയന്ത്രണ വിധേയമാണോ? അസുഖം കൺട്രോൾഡ് ആണോ? ഇപ്പം ശ്വാസം മുട്ട് ഒരു കൺട്രോൾ ആണ്. പക്ഷെ അവർക്ക് എല്ലാ ദിവസവും രാവിലെ നല്ല തുമ്മലും കണ്ണിങ്ങനെ ചൊറിഞ്ഞ് പിന്നെ നല്ല വീങ്ങി വരിക ചെയ്യും. അത് വല്ലാതെ കൂടുന്നുണ്ട്. ഈ കുട്ടിക്ക് അലർജി ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അലർജിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആസ്മ. മറ്റു ലക്ഷണങ്ങൾ കണ്ണിനുള്ള കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, മൂക്കിലൂടെയുള്ള നാസികാരോഗം, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. ഇതിന് പ്രത്യേകം അഡീഷണൽ ആയിട്ട് ഇതിന്റെ കൂടെ ചികിത്സ ചെയ്യേണ്ടി വരും. നിങ്ങൾ മോണ്ടിക്കോപ്പും ഉപയോഗിക്കാം. പക്ഷെ ദീർഘകാലം ഉപയോഗിക്കേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് അത് ടേപ്പർ ചെയ്തിട്ട് ആൻറ്റിഹിസ്റ്റമിനിക് മാത്രമാക്കി മാറ്റണം. പിന്നെ ഇത്രത്തോളം അസുഖമുള്ള ആൾക്ക് ഒരു പക്ഷേ അലർജി ടെസ്റ്റ് ചെയ്ത് എന്താണ് അലർജിക്ക് കാരണം എന്ന് കണ്ടുപിടിച്ച് ഒരു ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ഉണ്ട്, അലർജി ഡീസെൻസിറ്റൈസേഷൻ, ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും. അത് ചെയ്താൽ ഒരു പക്ഷേ വളരെ ഉപകാരപ്രദമായിരിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ഇൻഹേലർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം? ഒരു ദിവസം എത്ര തവണ എന്നൊക്കെ ഉണ്ടോ? ഉണ്ട്. അത് പ്രിസ്ക്രൈബ് ചെയ്ത ഓരോ മരുന്നിനും ഓരോ തരത്തിലുള്ള ഡോസേജുകളുണ്ട്. ഉദാഹരണം സാൽമെട്രോൾ ഫ്ലൂട്ടിക്കസോൺ, നമ്മളിപ്പം ഒരുപാട് പേര് പറഞ്ഞു.
ദിവസം 2 തവണ ഉപയോഗിക്കാം. പിന്നെ ഫോർമെട്രോൾ ബ്യൂഡിസോണൈഡ് എന്ന് പറയും, അത് 2 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉപയോഗിക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു തരം ഉള്ളത് ടയോവാഡിയോ അല്ലെങ്കിൽ ടയോട്രോപ്പിയം എന്നുള്ള മരുന്നുകളാണ്. ടയോട്രോപ്പിയം പോലെയുള്ള ആൻറ്റിക്കോളജറ്റിക് മരുന്നുകൾ ദിവസം 1 നേരം ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ ആളുകൾക്ക് സ്റ്റീറോയിഡ് നെബുലൈസർ മാത്രം അല്ലെങ്കിൽ ഇൻഹേലർ മാത്രം ഉപയോഗിക്കും, അത് ദിവസം 1 നേരമോ 2 നേരം ഉപയോഗിക്കുക. മറ്റൊന്നുള്ളത് ഈ സാൽബ്യൂട്ടമോളാണ്. സാൽബ്യൂട്ടമോൾ പൊതുവേ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് ഉപയോഗിക്കുക. വളരെ മൈൽഡായുള്ള ആസ്മാറ്റിക്സിൽ ഒരു പക്ഷേ കൊല്ലത്തിലൊരിക്കലോ വളരെ ചെറുതായിട്ട് അസുഖം വരുന്ന ആളുകളുണ്ടാവും, അവർക്ക് നമുക്ക് പിന്നെ വല്ലപ്പോഴും ഉപയോഗിക്കാനായിട്ട്. ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു സ്പേസർ കൂടെ വേണം. കാരണം ഇൻഹേലറിൻ്റെ വരുന്ന ജെറ്റ്, അത് മരുന്ന് ജെറ്റ് പോലെയാണല്ലോ വരുന്നത്, അതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. ആ സ്പീഡ് ചേസ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് വലിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടൊരു ഇൻ്റർമീഡിയറ്റ് ഡിവൈസ്, ഒരു സ്പേസർ എന്ന് പറയും, ആ സ്പേസറിലേക്ക് മരുന്ന് എത്തിച്ച ശേഷം അതിൽ നിന്ന് വലിക്കുന്നതാണ് ഉത്തമം. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. പറയും. ഹലോ ഹലോ ഡോക്ടറെ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറെ ചോദിച്ചോളൂ. എന്റെ ഭർത്താവിന് വേണ്ടിയാ വിളിക്കുന്ന. 53 വയസ്സുണ്ട്. ശരി, പറയൂ. ഇപ്പം ഹലോ ഡോക്ടറെ, ഗുഡ് മോർണിംഗ്. ശരി, പറയൂ. ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടിയാ വിളിക്കുന്നത്. ഇപ്പം 3 വർഷമായിട്ട് ഇൻഹലർ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പം ബഡ്നോൾ എന്ന് പറയുന്ന ആ ഗുളിക ഇട്ടിട്ടാണ് ഇൻഹലർ ഇപ്പൊ ഉപയോഗിക്കുന്നത്. BUDETTOL ആ ഗുളിക ഇട്ടിട്ടാണ് ഇൻഹലർ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല, രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല സാറേ. അതാണ്. പിന്നെ BP ഉണ്ട്, അതിന് നെബിക്കാർഡ് എന്ന് പറയുന്ന ടാബ് കഴിക്കുന്നുണ്ട്. അതാണ് ഞാൻ വിളിച്ചത് സാറേ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു ശ്വാസകോശ രോഗ വിദഗ്ധനെ കാണിക്കണം, ഒരു ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അദ്ദേഹത്തിന് അത് കൂടാതെ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസുഖം നിയന്ത്രണ വിധേയമല്ല. ചിലപ്പോൾ മരുന്ന് മാറ്റേണ്ടി വരാം, അല്ലെങ്കിൽ കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഗുളിക കഴിക്കേണ്ടി വരാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ടുള്ള ഉപദേശം തേടുന്നതായിരിക്കും നന്നായിരിക്കുക. ഇൻഹേലർ തുടരാം, ഇൻഹേലർ തീർച്ചയായും തുടരാം. ഒരു പക്ഷേ ഡോസ് കൂട്ടേണ്ടി വരാം, അല്ലെങ്കിൽ മരുന്ന് മാറ്റേണ്ടി വരാം. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ഏബ്രഹാം എന്നാ. ഞാൻ വിളിക്കുന്ന ഒരു ഫാമിലി മെമ്പർക്ക് വേണ്ടിയാ. ചോദിച്ചോളൂ. പറയൂ. ഒരു വർഷമായിട്ട് ആസ്മാറ്റിക് അറ്റാക്ക് വരുവേ. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഭയങ്കര വീസിങ്ങും ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പം സാൽബ്യൂട്ടമോൾ ഇൻഹെയിലർ ഉപയോഗിക്കും. ചിലപ്പോ കോർട്ടിസോണും ടാബ്ലറ്റ് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കും. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻഹെയിലർ ഉപയോഗിക്കണോ അതോ വരുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കണോ എന്നുള്ളതാ? അല്ല, ഇദ്ദേഹത്തിന് മാസത്തിൽ 2 തവണ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസുഖം തീർച്ചയായും കുറച്ച് കൂടുതലാണ്. ഇദ്ദേഹത്തിന് ഒരു ഡോക്ടറെ കാണിച്ച് അദ്ദേഹത്തിന് യുക്തമായ ഒരു ഇൻഹേലർ തെറാപ്പി, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അസുഖത്തിനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എത്രത്തോളം അലർജി ഉണ്ട്, അലർജിക്ക് കാരണം എന്താണ്, അലർജിയുടെ ചികിത്സയുടെ കൂടെ ചെയ്യാം. കോർട്ടിസോൺ എന്ന ടാബ്ലറ്റ് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ കുറഞ്ഞ കാലത്തേക്ക് ഉപയോഗിച്ച് അതിനുശേഷം ഇൻഹേലർ ചികിത്സയിൽ ഈ അസുഖം സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഇൻഹേലർ ചികിത്സ തുടരുന്നതാണ് നല്ലത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ഓരോ പഫ് തമ്മിൽ എത്ര സമയം വ്യത്യാസം വേണമെന്നുള്ളതുണ്ടോ? അത് മരുന്നിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് 2 തരം മരുന്നുകൾ രാവിലെ ഉപയോഗിക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ, ഒരു സ്റ്റിറോയിഡ് ഒന്ന്, പിന്നെ മറ്റൊന്ന് ആൻറ്റിക്കോളജർജിക്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം ഉപയോഗിക്കേണ്ടത് ബ്രോങ്കോഡൈലേറ്ററാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മറ്റത് ഉപയോഗിക്കാം. പക്ഷെ പ്രധാനമായിട്ടും ഇൻഹേലർ കുലുക്കണം, നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഇൻഹേലർ ആണെങ്കിൽ. പിന്നെ വലിച്ചു കഴിക്കുകയാണെങ്കിൽ വായ നന്നായിട്ട് കഴുകണം. ഇതാണ് പ്രധാനപ്പെട്ട. പിന്നെ ഇൻഹേലർ വലിച്ച് പിടിക്കുമ്പോൾ ഒരു 10 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കണം, എന്നാലത് പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എത്തും. അതിനുശേഷം പതുക്കെ മൂക്കിലൂടെ ശ്വാസം വിടാം.
ആസ്മയ്ക്ക് മാത്രമല്ല മറ്റ് പല ശ്വാസകോശ രോഗങ്ങൾക്കും ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഇൻഹേലർ ഉപയോഗിക്കുന്നത്? എയറോസോൾ തെറാപ്പി എന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കും. ഉദാഹരണം പ്രധാനമായിട്ടും ആസ്മ, COPD എന്നീ അസുഖങ്ങൾക്ക് ഉപയോഗിക്കും. പിന്നെ ചില ഈ NSL-16 എന്ന മരുന്ന് ഈ നെബുലൈസ്ഡ് എയറോസോൾ രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൻറ്റിബയോട്ടിക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രോങ്കിക്ടാസ് പോലത്തെ അസുഖങ്ങളിൽ ICU സെറ്റപ്പിൽ ആൻറ്റിബയോട്ടിക്കും നെബുലൈസ്ഡായിട്ട് കൊടുക്കുന്നുണ്ട്. ചില വാക്സിൻസും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ഇന്ന് വിളിച്ച കോളേഴ്സ് പലരും ചോദിച്ചത് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നാണ്. ഇതിനോടൊരു അഡിക്ഷൻ തോന്നുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്? അഡിക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അഡിക്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സൈക്കോട്രോപിക് ഡ്രഗ്സിനാണ്. അതായത് മനസ്സിനെയും അല്ലെങ്കിൽ ഓർമ്മ, ബുദ്ധി ഇവയൊക്കെ ബാധിക്കുന്ന മരുന്നുകൾക്കാണ് അഡിക്ഷൻ എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. അഡിക്ഷനോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അതും ഉണ്ടാവില്ല. കാരണം ഒരു പ്രോഗ്രാംഡായിട്ട് നല്ലൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസും അറിവുള്ളൊരു ഡോക്ടറുടെ ചികിത്സയിൽ ഒരു പ്രോഗ്രാംഡായിട്ട് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുക, പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. സ്റ്റെപ്പ് ഡൗണിൽ മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാവധാനം കുറച്ചു 1-2 കൊല്ലം കൊണ്ട് നിർത്താം. പക്ഷേ അസുഖം മാറുമെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി ചിലപ്പോൾ മാറിയെന്ന് വരില്ല. രോഗി ദീർഘനാളും ആശ്വാസം അനുഭവിക്കാം. വല്ലപ്പോഴും ഒക്കെ ഒരു ചെറിയ തോതിൽ അസുഖം വന്നെന്ന് വരാം. ഒരു 2-3 കൊല്ലം ഉപയോഗിക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളൂ. ഇൻഹേലർ പോലെ മറ്റൊന്നാണ് നെബുലൈസർ എന്നുള്ളത്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? നെബുലൈസർ പൊതുവെ ഉപയോഗിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ്. കാഷ്വാലിറ്റി, ഇൻപേഷ്യൻസ് എന്നൊക്കെയാണ്. പക്ഷേ മറ്റ് ചില രോഗികൾ, COPD പേഷ്യൻസ്, ഒരുപാട് കാലം ഡിപ്പെൻഡായുള്ള ആളുകൾക്ക് നമ്മൾ ഹോം നെബുലൈസേഷൻ പറയാറുണ്ട്. അല്ലാതെ ഇന്നുള്ളൊരു ഫാഷൻ പോലെ കുട്ടികൾക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ നെബുലൈസർ യൂസ് ചെയ്യുക. നെബുലൈസറെക്കാട്ടും എനിക്ക് തോന്നുന്നു വളരെ ഹാൻഡി ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടെന്ന് പറയുന്നത് ഒരു ഇൻഹേലർ സ്പേസറായിരിക്കും. സ്പേസറിൽ 2 പഫ് അടിച്ചിട്ട് വലിച്ചിട്ടാണെങ്കിൽ ഇൻഹേലറിന് അത്ര തന്നെ ഫലം ചെയ്യും. നെബുലൈസറിൻ്റെ ഓവർ യൂസ് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസ്ഡ് അല്ലാത്ത യൂസ് അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒന്ന് ഇത് പെട്ടെന്ന് പൊട്ടാസ്യത്തിന് അളവ് കുറയ്ക്കാം, ശരീരത്തിൽ ഹൈപ്പോകലീമിയ എന്ന് പറയും. മറ്റൊന്ന് ഇതിൻ്റെ നെബുലൈസർ സർക്യൂട്ട്, നെബുലൈസർ സൊല്യൂഷൻ ഇവ നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൽ ബാക്ടീരിയൽ കോളനൈസേഷനും അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ പകരുന്ന അസുഖങ്ങൾ വരാം. പലരും ഒരു നെബുലൈസർ സർക്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു വീട്ടിൽ പല മെമ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്ന് ഒരാളിൽ നിന്ന് അസുഖം മറ്റൊരാളിലേക്ക് ഈ ഇൻഫെക്ഷൻസ് പകരാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ നെബുലൈസറിൻ്റെ യൂസ് കൂടിയാൽ നമ്മൾ അസുഖത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ റിലീവർ തെറാപ്പി, സാൽബ്യൂട്ടമോൾ പോലത്തെ നെബുലൈസർ യൂസ് ചെയ്യാണ്. പേഷ്യൻറ്റ് സാൽബ്യൂട്ടമോൾ യൂസ് ചെയ്യുമ്പോൾ കുറവുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അസുഖത്തിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. നെബുലൈസറിൻ്റെ ഉപയോഗം കൂടുന്നത് അസുഖം കൂടുന്നതിൻ്റെ ഒരു ഇൻഡെക്സാണ്. ഇൻഹേലർ ഈ ഡോക്ടറെ ഉപദേശം ഇല്ലാണ്ട് യൂസ് ചെയ്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇൻഹേലർ പൊതുവെ എല്ലാവരും ഡോക്ടറുടെ ഉപദേശമനുസരിച്ച് യൂസ് ചെയ്യുക. എന്നാൽ ഇൻഹേലർ യൂസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. വായിൽ പൂപ്പൽ വരാം. അതൊരു വായ കഴുകുന്നതുകൊണ്ടും പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നതുകൊണ്ടും സ്പേസർ ഉപയോഗിക്കുന്നതുകൊണ്ടും കുറയ്ക്കാവുന്നതാണ്. പിന്നെയുള്ളത് വളരെ അപൂർവമായിട്ട് പറയുന്നത് സൗണ്ടിന് വ്യത്യാസം വരുന്നത്, വോക്കൽ കോഡ് മയോപ്പതി. അത് ഇൻഹേലർ നിർത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ചില മരുന്നുകൾ അവൈലബിൾ ആണ്. അതുപയോഗിച്ച് അത് മാനേജ് ചെയ്യാവുന്നതാണ്. ഈ പ്രഗ്നൻസി ടൈമിൽ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും 100% സേഫാണ്. പ്രഗ്നൻസിയിൽ ഇൻഡിക്കേറ്റഡ് ആണ്. ആസ്മ ഉണ്ടെങ്കിൽ ഇൻഹേലറാണ് ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഇൻഹേലർ തെറാപ്പിയാണ്, അല്ലെങ്കിൽ എയറോസോൾ തെറാപ്പി. ഞാൻ എയറോസോൾ തെറാപ്പി എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സമയോടെ പൂർണ്ണമായി. ഇൻഹേലറുകളുടെ ഉപയോഗം കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നതിന് നന്ദി. നമസ്കാരം.